ഗൈസ്, ഗുഡ് മോർണിംഗ്. ഞാനൊരു നമ്മൾ നാഷണലിസം ഇന്ന് നമുക്ക് ഈ ടോപ്പിക്ക് വൈൻഡപ്പ് ചെയ്യാം. അതിനു മുമ്പ് ഇതെന്താണെന്ന് ബ്രീഫ് ചെയ്തിട്ട് പോകാം. നാഷണലിസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ അതിൻ്റെ കുറച്ച് വെറൈറ്റീസ് പറഞ്ഞ് നോക്കാം. അതിൽ ഇന്ത്യൻ നാഷണലിസം അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ഹിസ്റ്ററി പറഞ്ഞ് നമുക്ക് നിർത്താം. ഓക്കെ, ഞാൻ ഒന്നുകൂടെ ഒന്ന് ബ്രീഫ് ചെയ്തു പോകാം. നേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. ഒരു കോമൺ ബർത്തിനെയാണ്, ഒരു ഐഡിയ ഓഫ് കോമൺ ബർത്തിനെയാണ് നമ്മൾ നേഷൻ എന്ന് പറയുന്നത്. നാഷണലിസം എന്ന് പറയുന്ന ഒരു സെൻറ്റിമെൻറ്റ്സാണ്. നമ്മളെല്ലാം ഒന്നാണ്, അല്ലെങ്കിൽ നമ്മൾ യുണൈറ്റ് ചെയ്യപ്പെടേണ്ടവരാണ്. അത് എന്തിൻ്റെ പേരിലായിരിക്കാം എന്ന് പറഞ്ഞാൽ അത് ഒരു പക്ഷേ നമ്മുടെ റിലീജിയൻ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ചില ഏതെങ്കിലും ബിലീഫ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ സിസ്റ്റം ആയിരിക്കാം, നമ്മൾ എന്തോ ഒരു അല്ലെങ്കിൽ ഒരു കോമൺ പൊളിറ്റിക്കൽ ആസ്പിറേഷൻ ആയിരിക്കാം, എന്തെങ്കിലും ആയിരിക്കാം നമ്മളെ ഒരു വിസർത്തിന്. ആ ഒരു സെൻറ്റിമെൻറ്റ്സിനെയാണ് നമ്മൾ നാഷണാലിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നാഷണലിസം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളതിൻ്റെ കുറച്ച് എലമെൻറ്റ്സ് കൂടെ നോക്കാം. നാഷണലിസത്തിന് എന്തൊക്കെ തരം എലമെൻറ്റ്സ് ആയിരിക്കും ഇതിലുണ്ട്? അത് നമ്മൾ കോമൺ റേസ് ആയിരിക്കാം, ഒരു പൊതുവായ ഒരു വംശമായിരിക്കാം, അല്ലെങ്കിൽ കിൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷേ റിലീജിയൻ ആയിരിക്കാം, ഒരു കോമൺ ലാംഗ്വേജ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഒരു കോമൺ ഹിസ്റ്ററി ആവാം, അല്ലെങ്കിൽ നമ്മുടെ കൾച്ചർ ആവാം, അല്ലെങ്കിൽ നമ്മുടെ പൊളിറ്റിക്കൽ ആസ്പിറേഷൻസ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ ജിയോഗ്രഫി ആയിരിക്കാം, നമ്മുടെ ജിയോഗ്രഫിക്കൽ കണ്ടീഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു സെൽഫ് ഡിറ്റർമിനേഷൻ ആയിരിക്കാം. ഇതിൻ്റെ എലമെൻറ്റ്സ് എന്നാന്ന് ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങളാണ് ഒരു നാഷണലിസത്തിൻ്റെ എലമെൻറ്റ്സ്. ഇതിൽ ഓരോന്നും നമുക്ക് നോക്കിയാൽ അറിയാം, ഓരോ രാജ്യത്തിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ നാഷണലിസം നമുക്ക് മനസ്സിലാകും നമ്മുടെ തൊട്ടടുത്ത രാജ്യങ്ങളുടെ ഹിസ്റ്ററി മാത്രം നോക്കിയാൽ മതി. എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് വേർപെട്ട് പോയത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാവും. ഇന്ത്യ എന്തുകൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ, നമ്മൾ എന്തൊക്കെ പറയുമ്പോഴും നമ്മൾ യൂണിറ്റി ഡൈവേഴ്സിറ്റി എന്നൊക്കെ പറയുമ്പോഴും ഇന്ത്യക്ക് ഉള്ളിൽ ഉണ്ടാകുന്ന ഇഷ്യൂസിൻ്റെ ഒരു പരിധി വരെ ഈ നാഷണലിസം എന്ന് പറയുന്ന കാര്യമാണ് അതിലുള്ളത്. ആ ഇഷ്യൂസിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ നാഷണലിസം ഉള്ളതുകൊണ്ടാണ്. ഇന്ത്യനെ മുഴുവൻ നമ്മൾ ഒരൊറ്റ നാഷണലിസത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം ഇന്ത്യക്കുള്ളിൽ 29 സ്റ്റേറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇത്രയൊക്കെ യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്. പക്ഷെ നമുക്ക് പൊതുവായ ഒരൊറ്റ വികാരമല്ല നമുക്കുള്ളത്, ഒരൊറ്റ ഈ പറഞ്ഞ പോലെ ഒരൊറ്റ ചിന്തയല്ല നമുക്കുള്ളത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം നമുക്ക് ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട്. ഇപ്പോൾ തന്നെ 8 മേജർ ലാംഗ്വേജസും ഒരുപാട് ചെറിയ ചെറിയ ലാംഗ്വേജസും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പൊതുവായ ഒരൊറ്റ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഒരൊറ്റ ബൗണ്ടറിക്കകത്തുള്ള ഒരേ തരത്തിൽ ചിന്തിക്കണമെന്നില്ല, ഒരൊറ്റ റിലീജിയനുള്ള ഒരൊറ്റ ഭാഷയുള്ള സ്ഥലമല്ല ഇന്ത്യ. അതുകൊണ്ട് തന്നെ നമ്മുടെ ദേശീയത എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ തരമാണ്. ഇപ്പോൾ മലയാളിക്കുള്ള ഒരു ദേശീയത, നമ്മളെപ്പോഴും മല്ലു എന്ന് പറയപ്പെടുന്ന മലയാളിക്കുള്ള ഒരു ദേശീയത ആയിരിക്കണമെന്നില്ല തമിഴ്നാട്ടിൽ ചെന്ന്. ഇത് രണ്ടുമല്ല കർണാടകയിൽ, ഇനി ഇത് മൂന്നുമല്ല ആന്ധ്ര ചെന്ന്. ആന്ധ്രയിൽ തന്നെ എന്തുകൊണ്ടാണ് ആന്ധ്രയെ രണ്ടാക്കിയത്? ഈ അടുത്ത വർഷങ്ങളിലല്ലേ ആന്ധ്ര ഡിവൈഡ് ചെയ്ത് പോയത്. ഇനി മഹാരാഷ്ട്രയിൽ ചെന്നാൽ അവിടെ മറാത്തിയൻ എന്ന് പറയുന്ന ഒരു വാദം പറയുന്നു, ഗുജറാത്തിൽ ചെന്നാൽ ഗുജറാത്തിയൻ എന്ന് പറയുന്നു. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അത്രയും ഡിഫറൻസ് വന്നത്? അതിൻ്റെ റീസൺ ഇതേ ഉള്ളൂ. ഓരോ സ്ഥലങ്ങളും, അല്ലെങ്കിൽ അവരുടെ ജാതി ആയിക്കോട്ടെ, അവരുടെ മതമായിക്കോട്ടെ, അല്ലെങ്കിൽ അവർ സംസാരിക്കുന്ന ഭാഷ ആയിക്കോട്ടെ, അവരെ മറ്റൊരാളിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്കൊരു പൊതുവായ ദേശീയത എന്ന് പറയുന്നത് ഒന്നില്ല. നമ്മൾ പറയുമ്പോൾ നമ്മൾ ദേശീയത ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കതിന് പൊതുവായ ദേശീയത ഇല്ല. ഓക്കെ, ഇതിൻ്റെ വെറൈറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ലിബറൽ നാഷണലിസമാണ്. ലിബറൽ നേഷൻ, നമ്മളൊരു പരിധി വരെ ലിബറൽ നാഷണലിസം നമുക്ക് പറയാം, അതൊരു പരിധി വരെ മാത്രം. മറ്റുള്ള എല്ലാത്തിനെയും ഇൻക്ലൂഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ നമ്മൾ പറഞ്ഞു വന്ന പോലെ കോമൺ കൾച്ചർ ഇല്ലാത്ത, കോമൺ ലാംഗ്വേജ് ഇല്ലാത്ത ബാക്കി മറ്റു മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതിനാണ് ലിബറൽ നാഷണലിസം എന്ന് പറയുന്നത്. അത് നമുക്ക് സ്റ്റേറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഇന്ത്യക്ക് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ, US നോക്കിക്കഴിഞ്ഞാൽ ഒരു ലിബറൽ നാഷണലിസമാണ്. യൂറോപ്യൻ നാടുകളിൽ മിക്കവാറും ഒക്കെ നമ്മൾ പറയുമ്പോൾ എങ്കിലും ലിബറൽ നാഷണലിസം എന്ന് പറയാം. കാരണം US ചരിത്രം നോക്കി, US എന്ന് പറയുന്നത്, നമ്മൾ US ചരിത്രം പഠിക്കുന്നത് ഒരു ചരിത്രമില്ലാത്ത രാജ്യമാണ് US എന്ന് പറയുന്നത്, അല്ലേ? ഇംഗ്ലണ്ടിലെ മെയ്ഫ്ലവർ എന്ന ഷിപ്പിൽ കയറി അവിടെ ചെന്ന് അവിടെ കോളനിയാക്കി, അവിടെ ഉണ്ടാകുന്ന റെഡ് ഇന്ത്യൻസിനെയും അല്ലെങ്കിൽ അതുപോലുള്ള ആളുകളെ എല്ലാം ഓടിച്ച് ഒരു സാമ്രാജ്യം ഉണ്ടാക്കിയെടുത്താണ് US എന്ന് പറയുന്നത്. അപ്പോൾ ലിബറൽ നമുക്ക് പറയാൻ പറ്റുമോ? അത് വന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഡെമോക്രാറ്റ് രാജ്യം എന്നൊക്കെ പറയുന്ന പോലെ ഒരു വലിയ സ്റ്റേറ്റായി. അവിടെ ലിബറൽ നാഷണലിസം നമുക്ക് പറയാം, ഒരു ലിമിറ്റ് വരെയെങ്കിൽ നമുക്ക് പറയാം. ഇനി സെക്കൻഡ് ഉണ്ട് അഗ്രസീവ് നാഷണലിസം. അത് തീവ്രമായ ദേശീയതയാണ്. നമ്മുടെ ചുറ്റും അതല്ലേ നമ്മൾ കാണുന്നത്. അതിൻ്റെ എക്സാമ്പിൾ ഏതാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അഗ്രസീവ് നാഷണലിസം ഏറ്റവും തീവ്രമായ, എൻ്റെ രാജ്യമാണ് ഏറ്റവും വലുത്. അത് പാട്രിയോട്ടിസം അല്ല, പാട്രിയോട്ടിസവും നാഷണലിസവും രണ്ടാണ്. നാഷണലിസം എന്ന് പറയുന്നത് ആ ഒരു സെൻറ്റിമെൻറ്റ്സാണ് ഏറ്റവും സുപ്രീം എന്ന് വിചാരിക്കുന്നു, ബാക്കിയുള്ള എല്ലാം മോശമാണെന്ന് വിചാരിക്കുന്നു. അവിടെയാണ് എൻ്റെ ഇഷ്യൂ വരുന്നത്. ഇനി മൂന്നാമതൊന്ന് ആൻറ്റി കൊളോണിയൽ നാഷണലിസം.
ആൻറ്റി കൊളോണിയൽ നാഷണലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെ കോളനി ആക്കിയിട്ട് ആ കോളനിയിൽ നിന്ന് നമ്മളെ പോലെ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ അങ്ങനെയാണ്. നമ്മൾ ബ്രിട്ടീഷിൻ്റെ കോളനി ആയിരുന്നു. ബ്രിട്ടീഷുകാർ നമ്മൾ ഇവിടെ നിന്ന് ഫൈറ്റ് ചെയ്ത് ഇവിടെ നിന്ന് ഓടിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ആൻറ്റി കൊളോണിയൽ നാഷണലിസമാണ്. ഇപ്പോൾ വെറൈറ്റി മൂന്ന് തരത്തിലുള്ള നാഷണലിസമാണുള്ളത്. ഇത് മൂന്നും ഒന്ന് ഞാൻ തന്ന നോട്ട്സിലുണ്ട്. അത് കൂടി ഒന്ന് ബ്രീഫ് ചെയ്യുന്നു മാത്രം. ഓക്കെ, ഇനി നമുക്ക് ഇന്ത്യൻ നാഷണലിസത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇന്ത്യൻ നാഷണലിസം നമ്മൾ ഉണ്ടാക്കിയെടുത്തത്? എങ്ങനെയാണ് ഈ നാഷണലിസം ഉണ്ടാവാനുള്ള കാരണം? അതിനുണ്ടാവാനുള്ള കാരണം തന്നെ നമ്മളൊരു കോളനി ആയതുകൊണ്ടാണ്. ബ്രിട്ടീഷുകാർ ഇത്രയും വർഷങ്ങളോളം 1600-ലാണ് അവരിവിടെ വന്നത്. അവർ പതിയെ ഇന്ത്യനെ മുഴുവനും പിടിച്ചടക്കി. പോർട്ടുഗീസും അങ്ങനെ മാഹി പോലുള്ള ചെറിയ സ്ഥലങ്ങൾ ഒഴിച്ച്, പോർട്ടുഗീസുകാരുടെ കയ്യിലുള്ളതും പിന്നെ ഫ്രഞ്ചുകാരുടെ കയ്യിലുള്ളത് ഈ 2 സ്ഥലങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം അവരുടെ കോളനിയായിരുന്നു. പതിയെ അവരിൽ നിന്ന് സ്വാതന്ത്ര്യം ഇൻഡിപെൻഡൻ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ത്യൻ നാഷണലിസം വളർത്തിയത്. അതും ഇന്ത്യൻ നാഷണലിസം നമുക്ക് പറയാൻ പറ്റില്ല. വ്യത്യസ്ത തരങ്ങളായ നാഷണലിസം ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം നമ്മൾ അവസാനം ഇന്ത്യ എന്നുള്ള രാജ്യം ഫോം ചെയ്തപ്പോഴാണ് പതിയെ ബാക്കി കാര്യങ്ങളെല്ലാം അപ്രത്യക്ഷമായത്. നമുക്ക് ഞാൻ ഇന്ത്യയുടെ ചരിത്രം ഒന്ന് സ്പീഡിൽ പറഞ്ഞു പോകാം. നമുക്ക് ഇതല്ല ആവശ്യം, പക്ഷേ നമുക്ക് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടി പറയുന്നതാണ്. ഇത് 56-ലെ ഇന്ത്യൻ മാപ്പാണ്. ഇതിൽ നോക്കിയാൽ നമ്മൾ ഇന്ന് കാണുന്ന പല സ്ഥലങ്ങളും ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അന്ന് ഹൈദരാബാദ് അവിടെ കിടക്കുന്നുണ്ടോ? ഇന്ന് ഹൈദരാബാദ് എന്ന് പറയുന്ന സ്റ്റേറ്റ് ഉണ്ടോ? ഇല്ല. അതുപോലെ ഒറീസ, അത് നമ്മുടെ ഒരു സമയത്ത് നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തായിരിക്കാം ഒറീസയുടെ പേര് മാറ്റിയത്. അതിപ്പോൾ ഒഡീഷയാക്കി. അതുപോലെ റൈറ്റ് സൈഡ് നോക്കൂ, അത് പലതും നമ്മുടെ കയ്യിലില്ല. ജമ്മു കാശ്മീർ നോക്കി, മാപ്പിൽ മാത്രമേ ഇത്രയും കാര്യങ്ങളുള്ളൂ. ഇതൊന്നും നമ്മുടെ കയ്യിലല്ല. പിന്നെ ചൈനയുടെ കുറച്ച് അറിയാലോ, അരുണാചൽ പ്രദേശിൻ്റെ പല സ്ഥലങ്ങൾ, സിക്കിമിൻ്റെ പല സ്ഥലങ്ങൾ, കാശ്മീരിൻ്റെ പല സ്ഥലങ്ങൾ, ഇതൊന്നും നമ്മുടെ കയ്യിലില്ല. പക്ഷെ നമ്മൾ മാപ്പ് വരയ്ക്കുമ്പോൾ നല്ല ഭംഗിയായ ഇന്ത്യയുടെ രൂപയെ വരയ്ക്കുള്ളൂ. ഓക്കെ, അടുത്ത് നമുക്കൊരു ഇന്ത്യൻ ടൈം ലൈൻ എന്ന് നോക്കാം. ഇന്ത്യൻ ഹിസ്റ്ററി നമുക്ക് എല്ലാവർക്കും അറിയാലോ. 47-ലാണ് നമ്മൾ സ്വാതന്ത്ര്യം നേടിയത്. പക്ഷേ ഈ 47-ൽ സ്വാതന്ത്ര്യം നേടിയ സമയത്ത് തന്നെ ജമ്മു കാശ്മീർ, നമ്മുടെ 2 രാജ്യത്തിൻ്റെ ഇടയ്ക്ക് ഈ കാശ്മീർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ശരിക്കും അത് സ്വതന്ത്ര രാജ്യമായിരുന്നു. നമ്മളത് നമ്മുടെ കൂടെ ചേർത്താണ്. ഈ കാശ്മീരിൻ്റെ ഒരു ഗുണം, അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഇഷ്യൂ, ബാക്കിയുള്ളവരെ സംബന്ധിച്ച് വലിയ ഗുണം എന്ന് പറയുന്നത്, കാശ്മീർ നമ്മുടെ ഇന്ത്യയുടെ ഒരു തല പോലെ ഇരിക്കുന്നു. പക്ഷേ ഇന്ത്യയിലേക്കുള്ള വരവ്, അല്ലെങ്കിൽ കാശ്മീർ എവിടെയാണോ ആരുടെ കയ്യിലാണോ അവർക്ക് ഈസി ആയിട്ട് ഇങ്ങോട്ട് ആക്സസ് ചെയ്യാൻ പറ്റും, ഇങ്ങോട്ട് കടന്നു വരാൻ പറ്റും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ അതൊരു സ്വതന്ത്ര രാജ്യമായിരുന്നു. അവിടുത്തെ കിങ്ങിൻ്റെ പേര് ഹരിസിംഗ് എന്ന് പറയുന്ന ഹരിസിംഗ് എന്ന് പറയുന്ന ഒരാളായിരുന്നു, കിങ് ആയിരുന്നു. പക്ഷെ അവിടെ ഒരു ആ രാജ്യത്തിൻ്റെ, ആ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ കിങ് ഹിന്ദു മതവിശ്വാസിയാണ്. പക്ഷേ അവിടുത്തെ നേറ്റീവ്സ് കൂടുതലും മുസ്ലിങ്ങളാണ്. അപ്പോൾ അത് ഇഷ്യൂ ആണോ അല്ലെങ്കിൽ നല്ലതാണോ അതൊക്കെ വേറെ കാര്യം. പക്ഷേ എണ്ണം കൂടുതൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ പോപ്പുലേഷൻ കൂടുതൽ ഈ പറയുന്ന മുസ്ലിം റിലീജിയനിലാണ്. പക്ഷേ കിങ് അവിടുത്തെ ഹിന്ദുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ചെറിയ പേടിയുണ്ട്. ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യക്കും പാകിസ്ഥാനും ഒരേപോലെ നിർണായകമാണ് കാശ്മീർ എന്ന് പറഞ്ഞ സ്ഥലം. അത് ആരുടെ കൂട്ടത്തിൽ ചേരുമോ? അപ്പോൾ അവർ പറഞ്ഞ് ആരുടെയും കൂട്ടത്തിൽ ചേരുന്നത് അവർ ഇൻഡിപെൻഡൻ്റ് നിൽക്കുമെന്നുണ്ട്. പക്ഷേ 2 രാജ്യങ്ങൾക്കും ഭയങ്കര പേടിയായിരുന്നു. ഇത് ആരെയും ഇങ്ങനെ കൂടുതൽ കൊണ്ടുവരണം. എങ്ങനെയല്ലാവട്ടെ, ആ സമയത്താണ് ഈ അവിടുത്തെ ട്രൈബൽസിനെ വെച്ചിട്ട് അവരൊരു ചെറിയ അറ്റാക്ക് നടത്തി പാകിസ്ഥാൻ. അങ്ങനെ എന്തു പറ്റി? അറ്റാക്ക് നടന്നപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇൻവേർഡ് ചെയ്തു. അതായത് പാകിസ്ഥാനിലെ ആർമി കാശ്മീരിലേക്ക് ഇൻവേർഡ് ചെയ്തു. പിന്നെ അവരെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ പോയി. അതവിടെ നിൽക്കട്ടെ, പിന്നെ വരുമ്പോൾ ബാക്കി കഥ പറയും. പിന്നെ 48 ആയപ്പോഴേക്കും നമുക്ക് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ അത്യാഹിതം സംഭവിച്ചു. മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടു. 48-ൽ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ് നിസാമിൻ്റെ പ്രിൻസിലി സ്റ്റേറ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗത്തിലുള്ള ഹൈദരാബാദ്, ആന്ധ്രാപ്രദേശിനകത്തുള്ള ഒരു സ്ഥലമാണ് ഹൈദരാബാദ് എന്ന് പറയുന്ന സ്ഥലം. അവിടെ നിസാം എന്ന് പറയുന്ന ഒരു കിങ്ങാണ്. അദ്ദേഹം ഏറ്റവും റിച്ചായിരുന്നു ആ സമയത്ത്. പക്ഷേ അദ്ദേഹം സ്വതന്ത്ര രാജ്യമായിട്ട് ഇരിക്കുമായിരുന്നു. അതിനെ നമ്മളൊരു ഇന്ത്യ ഒരു ഓപ്പറേഷൻ പോളോ എന്ന് പറയുന്ന അതിൽ കൂടി അവരെ സ്വതന്ത്രമാക്കി, ഇന്ത്യൻ യൂണിയനോട് ലയിപ്പിച്ചു. പിന്നെ 59 ആയപ്പോഴേക്കും ദലൈലാമ, ടിബറ്റ് അറിയാലോ, ടിബറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് ചൈനയുടെ പ്രൊവിൻസാണ്. പക്ഷേ ടിബറ്റിൻ സ്പിരിച്വൽ ലീഡർ ദലൈലാമ ഇന്ത്യയിലേക്ക് വന്നു. കാരണം അദ്ദേഹത്തിൻ്റെ പ്രഷർ താങ്ങാൻ വയ്യാതെ ഈ ചൈന അവരുടെ ടെറിട്ടറി എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട ഈ ടിബറ്റൻ സ്പിരിച്വൽ ലീഡറാണ് ദലൈലാമയാണ് അവിടുത്തെ ആത്മീയ ആചാര്യൻ. അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഇന്ത്യയിലേക്ക് വന്നു. അതാണ് ഇന്ത്യ ചൈന യുദ്ധത്തിന് കാരണമായത്. ഒരു പരിധി വരെ അതാണ് എൻ്റെ റീസൺ. പിന്നെ 61-ൽ നമ്മൾ ഗോവേനെ
പോർച്ചുഗീസുകാർ മോചിപ്പിച്ച് ഇന്ത്യയെ ചേർത്തു, അതിനെ യൂണിയൻ ടെറിട്ടറി ആക്കി പ്രഖ്യാപിച്ചു 1961. ഓക്കെ, 62 പോണ്ടിച്ചേരിനെ ചേർത്തു. ഇപ്പോൾ അത് പേര് മാറി പുതുച്ചേരിയായി. പക്ഷേ ഈ 62 ഒരു വലിയ അത്യാഹിതം സംഭവിച്ചു. ചൈനയുമായിട്ട് ഇന്ത്യ യുദ്ധം ചെയ്യേണ്ടി വന്നു. ചൈനയുടെ അറിയാമല്ലോ, ചൈന നമ്മളിപ്പോൾ ഈ ഇഷ്യൂസ് ഉണ്ടാകും നമ്മൾ കഥകളിൽ പറയുന്നത് പോലെയല്ല. ചൈന എന്ന് പറഞ്ഞാൽ ഭയങ്കര പവർഫുള്ളാണ്. അന്നും അതെ ഇന്നും അതെ ഭയങ്കര പവർഫുള്ളാണ്. അവരോട് നമ്മൾ ദയനീയമായി പരാജയപ്പെട്ടു. അവരുടെ ആർമി ഇങ്ങോട്ട് ഇൻവേർഡ് ചെയ്തു. ലഡാക്ക്, കാശ്മീരിൻ്റെ ഭാഗങ്ങളും പിന്നെ നോർത്ത് ഈസ്റ്റേൺ സൈഡിലുള്ള സ്ഥലങ്ങളെല്ലാം അവർ കൈയടക്കി. അരുണാചൽ പ്രദേശ് അവിടെ എല്ലാം കൈയടക്കി. നമുക്ക് ഒരുപാട് എന്താ പറയുക കാഷ്വാലിറ്റീസ് ഉണ്ടായി. അങ്ങനെ നമ്മൾ ദയനീയമായി പരാജയപ്പെട്ടു ചൈനയോട്. പിന്നെ 64 നമ്മളതിന് മുമ്പ് ഞാൻ പറയാൻ വിട്ട ഒരു കാര്യമുണ്ട്. കാശ്മീരിനെ നമ്മുടെ കൂടെ ചേർത്തു. കാശ്മീരിനെ ചേർത്താൽ ഒരു കഥയുണ്ട്. ഈ പാകിസ്ഥാനികൾ സപ്പോർട്ട് ചെയ്യുന്ന ട്രൈബൽസ് ഗ്രൂപ്പ് അവിടെ ഇൻവേഡ് ചെയ്തപ്പോൾ ഹരിസിംഗ് ഇന്ത്യനെ സഹായത്തിന് വിളിച്ചു. അപ്പോൾ നമ്മളൊരു പറഞ്ഞ ഒരു കാര്യം ഇതാണ്, ഇന്ത്യയോട് ചേർന്നാൽ നമ്മൾ സഹായിക്കും. അങ്ങനെ അദ്ദേഹം പേടിച്ചിട്ട് ഒപ്പിടിച്ചു. നമ്മൾ ശരിക്കും ബ്ലാക്ക് മെയിൽ ചെയ്ത് വാങ്ങുന്ന പോലെയാണ്. പക്ഷെ നമ്മൾ അങ്ങനെ ഇന്ത്യയുടെ ഭാഗമാക്കി കാശ്മീരിനെ ചേർത്തു. ഓക്കെ, പിന്നെ 64 ഈ പറഞ്ഞ പോലെ വീണ്ടും ജമ്മു ആൻഡ് കാശ്മീരിൽ ലിബറേഷൻ ഫ്രണ്ട് അവിടെ ഒരു വലിയ ഇഷ്യൂസ് ഉണ്ടാക്കി, നമ്മൾ സ്ട്രഗിൾ ഉണ്ടാക്കി. അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയ കാശ്മീരി വേണമെന്ന് പക്ഷേ അതിനെ അടിച്ചമർത്തി നമ്മളങ്ങനെ ആ സമരം ജയിച്ചു. ഓക്കെ, 65 അടുത്ത വാർ, പാകിസ്ഥാനുമായിട്ട് അടുത്ത വാറുണ്ടായി. പക്ഷേ ആ വാറിൽ ഇന്ത്യ ജയിച്ചു. കാരണം പാകിസ്ഥാനെ കഴിഞ്ഞും ഒബ്വിയസ്ലി നമുക്കറിയാമല്ലോ, പാകിസ്ഥാനെ കഴിഞ്ഞും ഭയങ്കര പവർഫുള്ളാണ് ഇന്ത്യ. അതുകൊണ്ട് ഇന്ത്യ ജയിച്ചു. 67 ആയപ്പോഴേക്കും ഈ നക്സൽ ബാരി പോലുള്ള അല്ലെങ്കിൽ അതുപോലുള്ള ഇഷ്യൂസ് എല്ലാം ഉണ്ടാവാൻ തുടങ്ങി. കാര്യം വെച്ചാൽ നമ്മൾ സ്വതന്ത്രമായി, പക്ഷേ ഇന്ത്യയുടെ ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഈ കേരളം വെച്ച് മറ്റുള്ള സ്റ്റേറ്റിനെ കമ്പയർ ചെയ്ത് ഇപ്പോഴും ഒരു ലിമിറ്റ് വരെ നോർത്ത് ഈസ്റ്റേൺ സൈഡുകളിലും അല്ലെങ്കിൽ ബംഗാളിലാണെങ്കിലും വെസ്റ്റ് ബംഗാളിലാണെങ്കിലും ആന്ധ്രാപ്രദേശിലാണെങ്കിൽ പോലും ഇപ്പോഴും ജന്മി കുടിയാൻ വ്യവസ്ഥകളൊക്കെ ഒരുപാടുള്ള സ്ഥലങ്ങളാണ് ഇപ്പോഴും. അപ്പോൾ അവിടെയാണ് ഈ പ്രൊട്ടസ്റ്റ് നക്സൽ ബാരി അല്ലെങ്കിൽ നക്സലിസം. കേരളത്തിലെ കഥ അറിയാലോ, കേരളത്തിൽ ഒരുപാട് നമ്മൾ വർഗീസിൻ്റെ കഥയൊക്കെ കേട്ടിട്ടില്ലേ. കേരളത്തിലും ഈ നക്സലിസം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അതുപോലെ ഏറ്റവും ശക്തമായിട്ട് നടന്നത് അവിടെയാണ്. നക്സൽ ബാരി മൂവ്മെൻറ്റുകളെല്ലാം നടന്നത് വെസ്റ്റ് ബംഗാളിലാണ്. പിന്നെ 69 ഇതിനിടയ്ക്ക് ഇന്ത്യ സ്പേസ് ISRO രൂപീകരിച്ചു. ISRO വഴി നമ്മൾ സാറ്റലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു സയൻസ് ടെക്നോളജി പരമായ ഡെവലപ്മെൻറ്റ് ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടു. 71 മൂന്നാമത്തെ യുദ്ധം പാകിസ്ഥാനുമായിട്ട് മൂന്നാമത്തെ വാറുണ്ടായി. പക്ഷേ അതുവഴിയാണ് ബംഗ്ലാദേശിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ഈസ്റ്റ് പാകിസ്ഥാനെ നമ്മൾ ബംഗ്ലാദേശായിട്ട് ക്രിയേറ്റ് ചെയ്തു. ഇനി 72 നമ്മളൊരു വെടിനിർത്തൽ കരാർ തുടങ്ങി. അത് സിംല പാക്ട്. ഇന്ത്യ പാകിസ്ഥാൻ ആയിട്ടുള്ള രണ്ടുപേരും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മൾ വെടിനിർത്തൽ സീസ്ഫയർ പ്രഖ്യാപിച്ചു. അങ്ങനെ ബൈലാറ്ററൽ റിലേഷൻസൊക്കെ ചെറുതായിട്ട് തുടങ്ങി. ഇനി 74 നമ്മൾ ആദ്യത്തെ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ നടത്തി പൊഖ്റാനിൽ. അങ്ങനെ 74 നമ്മളങ്ങനെ അതിനെ തുടർന്ന് ഇൻ്റർനാഷണൽ സാങ്ഷൻസ് ഉണ്ടായി, ബ്ലോക്കേഡുകളുണ്ടായി, ഒരുപാട് ഉപരോധങ്ങളുണ്ടായി. പുറമേ ഉള്ള നമ്മൾ അടച്ചുപൂട്ടിയ ഒരവസ്ഥയിൽ വരെയൊക്കെ എത്തി. പക്ഷേ എങ്കിലും നമ്മൾ വിജയകരമായിട്ട് ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ നടത്തി. ഇനി 1984 തുടങ്ങുന്ന സമയത്ത് ഇന്ദിരാഗാന്ധി ആയിരുന്ന സമയത്ത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ. പക്ഷേ ആ സമയത്ത് ഗോൾഡൻ ടെമ്പിൾ അമൃത്സർ അവിടെയല്ല, ഈ ഭിന്ദ്രൻവാല എന്ന് പറയുന്ന ഒരാളുടെ നേതൃത്വത്തിൽ അവിടെ ഒരു എക്സ്ട്രീമിസ്റ്റ് മൂവ്മെൻറ്റുകളുണ്ടായി. പക്ഷേ അത് ഒരു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്ന ഓപ്പറേഷൻ വഴി ഈ ആൾക്കാരെല്ലാം ഈ റൈറ്റ് നടത്തിയ ആൾക്കാരെല്ലാം ഒരു ഗോൾഡൻ ടെമ്പിൾ കയറി ഒളിച്ചിരുന്നു. പക്ഷേ ഗോൾഡൻ ടെമ്പിൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു വിശ്വാസത്തിൻ്റെ കേന്ദ്രമാണ്. ആ കേന്ദ്രത്തിൻ്റെ അകത്ത് കയറിയിരുന്ന് നമുക്ക് അങ്ങോട്ട് അടുക്കാൻ പറ്റില്ല. പക്ഷേ ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് ഒരു ഓപ്പറേഷൻ നടത്തി അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നു, ഭിന്ദ്രൻവാലനെ വെടിവെച്ച് കൊല്ലുണ്ടായി. പക്ഷേ അതിനെ തുടർന്നുണ്ടായ സിഖുകാരുടെ ഒരു കലാപമുണ്ടായി, അത് അടിച്ചമർത്തി. പക്ഷേ 84 ഇന്ദിരാഗാന്ധിനെ അസാസിൻ ചെയ്തു. റീസൺ എന്നാന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധിയുടെ ബോഡി ഗാർഡ്സ് രണ്ടുപേർ സിഖുകാരാണ്. പക്ഷേ ഈ സിഖുകാരെ മാറ്റണമെന്ന് ഒരുപാട് തവണ പറഞ്ഞപ്പോഴും ആ ഒരു ഇഷ്യൂ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ സിഖുകാരെ തന്നെ ബോഡി ഗാർഡാക്കി വെച്ചു. പക്ഷേ അങ്ങനെ അവർ കൊല്ലപ്പെട്ടു. 84 മറ്റൊരു സംഭവം കൂടി ഉണ്ടായി. നമ്മളിപ്പോഴും ഉത്തരം കിട്ടാത്ത അല്ലെങ്കിൽ അവരെ അതിൽ ഉത്തരവാദികൾ പിടിച്ചിട്ടില്ലാത്ത ഒരു കേസാണ് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി ഉണ്ടായി. ഒരു വലിയ ദുരന്തമായിരുന്നു. 50,000 ആളുകൾ അവിടെ വെച്ച് കൊല്ലപ്പെട്ടു. പിന്നെ അതിനെ തുടർന്ന് 88 രാജീവ് ഗാന്ധി വന്നു. റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധിയുടെ മകനാണ്. അത് 84 തന്നെ വന്നു, അത് കഴിഞ്ഞപ്പോൾ തന്നെ വന്നു. പക്ഷേ 88 ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജീവ് ഗാന്ധി ചൈനയിൽ പോയിട്ട് ഡെങ് സിയാപിങ് എന്ന് പറയുന്ന അവിടുത്തെ ചൈനീസ് പ്രീമിയറിനെ കണ്ടു. ചൈനയുടെ ചരിത്രത്തിൽ ഡെങ് സിയാപിങ് ഒരു വലിയ പങ്ക് വഹിക്കുന്ന ആളാണ്. ചൈനയുടെ പോളിസി മാവോ സേതുങ് നമുക്കറിയാമല്ലോ.
മാവോ സേതുങ്ങിൻ്റെ സമയത്ത് ഒരുപാട് കൾച്ചർ റെവല്യൂഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് നമ്മൾ മാവോ എന്ന് പറയുന്ന ആൾ പുറമേ പറയുമ്പോൾ മോഡേൺ ചൈനയുടെ ഫാദർ എന്ന് പറഞ്ഞാലും അദ്ദേഹം അവിടെ ചെയ്തു കൂട്ടിയ ക്രൂരതകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്ത ഇത് ഒരുപാട് അടിച്ചമർത്തലുകൾ നടത്തിയൊരു സ്ഥലമാണ് ആളാണ് മാവോ. പക്ഷേ ഈ മാവോയുടെ സമയത്ത് ഓപ്പൺ ഡോർ അല്ല, ക്ലോസ് ഡോർ പോളിസി ആയിരുന്നു. ചൈന പുറം ലോകവുമായിട്ട് ഒരു കണക്ഷനും ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനെ തുടർന്ന് വന്ന ആളാണ് ഡെങ് സിയോപിൻ. ഈ മോഡേൺ ചൈനയുടെ ഫാദർ എന്ന് ഇപ്പോൾ പറയുന്ന ഡെങ് സിയോപിന്നെയാണ്. അദ്ദേഹം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ഡോർ തുടങ്ങിയില്ലെങ്കിലും അതിൻ്റെ ഒരു നിയോ ലിബറൽ അജണ്ടകൾ അല്ലെങ്കിൽ നിയോ ലിബറൽ കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ചും കൂടി ഓപ്പണാക്കി ബിസിനസ് തുടങ്ങി, അല്ലെങ്കിൽ ഇൻഡസ്ട്രി തുടങ്ങി ബിസിനസ്സിന് പറ്റുന്ന വിധത്തിലേക്ക് മാറ്റിയെടുത്തു. അങ്ങനെ അദ്ദേഹമാണ് ഒരു പുതിയ ചൈനയുടെ സൃഷ്ടാവ്. പിന്നെ 89 ആയപ്പോഴേക്കും മിലിറ്റൻസി, ജമ്മു കാശ്മീരിൽ വിഘടനവാദികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ടായി, അല്ലെങ്കിൽ ഇതിനെ ഒരുപാട് ആളുകൾ എതിർക്കാനുണ്ടായി. ഓരോ ദിവസവും ഒരു പുതിയ കലാപങ്ങൾ റിപ്പോർട്ട് ചെയ്തു, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. 1990 ആയപ്പോഴേക്കും ഈ പറഞ്ഞ സിംഗിൾ പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസ് അത് ഇടയ്ക്ക് മാറി വന്നുവെങ്കിലും 90 ആയപ്പോഴേക്കും തൂക്കക്ഷി ഗവൺമെൻറ്റുകളൊക്കെ വന്നു തുടങ്ങി, അല്ലെങ്കിൽ മൂന്നാം മുന്നണി 3-4 പേര് അലയൻസാക്കി പാർട്ടികളൊക്കെ വന്നു. അങ്ങനെ 1990 VP സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അദ്ദേഹമാണ് ആദ്യമായിട്ട് മണ്ഡൽ കമ്മീഷൻ കൊണ്ടുവന്നത്. 27% റിസർവേഷൻ കൊടുക്കുന്ന OBC കൊടുക്കുന്ന ഒരു വിവാദം എന്ന് മാത്രമല്ല, അത് വിപ്ലവമാണ്, ഒപ്പം വിവാദമാണ്. അങ്ങനെ ഒരു ബില്ല് കൊണ്ടുവന്നു. അങ്ങനെ ആളുകളെ സെലക്ട് ചെയ്യാനൊക്കെ തുടങ്ങി. പിന്നെ 92 ഇന്ത്യയുടെ ഒരു കറുത്ത അധ്യായമാണ് 92-ൽ ബാബറി മസ്ജിദ് ഡിമോളിഷ് ചെയ്തു. അതിനെ തുടർന്നുണ്ടായ കലാപത്തിൽ ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടു. 93 ശരിക്കും അതിന് റിപ്ലൈ എന്ന് പറയുന്ന പോലെ മുംബൈയിൽ ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായി, ഒരുപാട് പേർ കൊല്ലപ്പെട്ടു. ദാവൂദ് ഇബ്രാഹിം, ചോട്ടാ ഷക്കീലിൻ്റെയൊക്കെ കഥകൾ അവിടെ തുടങ്ങും. 98 നമ്മളിതെല്ലാം മറയ്ക്കാൻ വേണ്ടി ആയിരിക്കാം ഒരു പക്ഷേ 98 ആയപ്പോഴേക്കും നമ്മൾ 5 ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തി. അങ്ങനെ വീണ്ടും നമ്മൾ അന്ന് തീർന്ന എന്താ പറയുക ബ്ലോക്കേഡ് വീണ്ടും തുടങ്ങി, സാങ്ഷൻ വീണ്ടും വിദേശ നാടുകളിൽ നിന്ന് സാങ്ഷനൊക്കെ വാങ്ങിയെങ്കിലും നമ്മൾ 1998 ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ നടത്തി. പക്ഷേ ഇന്ത്യ നടത്തിയതിൻ്റെ തൊട്ടടുത്ത മാസം പാകിസ്ഥാൻ 6 അറ്റോമിക് വെപ്പൺസ് ചെയ്തു. എന്ന് പറഞ്ഞാൽ നമ്മൾ നടത്തിയ 5 എക്സ്പ്ലോഷൻ, അവർ 6 എക്സ്പ്ലോഷൻ നടത്തി. അപ്പോൾ ആം റേസ് എന്ന് പറയുന്ന റേസ് ഒരിക്കലും തീരില്ല എന്ന് മനസ്സിലായില്ലേ. ഓക്കെ, 99 അടൽ ബിഹാരി വാജ്പേയി അധികാരത്തിൽ വന്നു. അദ്ദേഹം വന്നപ്പോഴുണ്ടായൊരു കാര്യം, ഡൽഹി ലാഹോർ ബസ്, അങ്ങനെ ഒരു റവല്യൂഷണറി ആയിട്ടുള്ള തീരുമാനം എടുത്തു. രണ്ടുപേരും ലാഹോർ, അതൊരു വലിയ ചരിത്ര പ്രാധാന്യമുള്ള കാര്യമാണ്, എഗ്രിമെൻ്റാണ്. 2 countries ആൻഡ് ലാഹോർ പാക്ട് കമ്മിറ്റിംഗ് ബോത്ത് ടു ബയലാറ്ററൽ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ. ആ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് പരിഹരിക്കത്തക്ക വിധത്തിലേക്ക് ബയലാറ്ററൽ റിലേഷൻസ് വളർത്താൻ വേണ്ടി എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു. പാകിസ്ഥാനിലേക്കും ഇന്ത്യയിലേക്കും ബസ് സർവീസ് തുടങ്ങി. പക്ഷേ തൊട്ടടുത്ത മാസങ്ങളിൽ തന്നെ ഇന്ത്യയുടെ ഒരു ഫ്ലൈറ്റ് കണ്ടഹാറിലേക്ക് എന്താ പറയുക അത് കിഡ്നാപ്പ് ചെയ്തു. അതിലുള്ള ഹോസ്റ്റേജിനെ വെച്ച് ഒരാൾ കൊല്ലപ്പെട്ടു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ കഥകൾ. 1999 പിന്നെ അതേ വർഷം തന്നെ നമ്മൾ ഈ പറഞ്ഞ ലാഹോർ ബയലാറ്ററൽ റിലേഷൻ നടത്തി, ഇതെല്ലാം നടത്തി അതേ വർഷം തന്നെ കാർഗിൽ യുദ്ധം ഉണ്ടായി. അതും ഇന്ത്യക്ക് ഒരുപാട് ആൾനാശം സംഭവിച്ച, ഇന്ത്യ യുദ്ധത്തിൽ വിജയിച്ചു, പക്ഷേ എങ്കിലും ഒരുപാട് ആൾനാശം ഉണ്ടായ ഒരു യുദ്ധമാണ് കാർഗിൽ വാർ. പിന്നെ അറൗണ്ട് 4000 സോൾജേഴ്സ് നഷ്ടപ്പെട്ടു എന്നാണ് അതിൻ്റെ ഒരു ഏകദേശ കണക്കുകൾ. അത് കഴിഞ്ഞ് നമ്മൾ 2000 കയറിയപ്പോഴേക്കും 2002 ആയപ്പോഴേക്കും നമ്മൾ അറിയുന്ന ഏറ്റവും വലിയ കാര്യം, ഗുജറാത്തിലെ ഒരു സബർമതി എക്സ്പ്രസ്സിന് തീ പിടിച്ചു, അല്ലെങ്കിൽ ഗോദ്ര കലാപം ഉണ്ടായി. അതിനെ തുടർന്ന് ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ട ഒരു വർഷം കൂടിയാണ്. നമ്മുടെ മോഡി പ്രധാനമന്ത്രിയായിട്ട് വന്ന, ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആ സമയത്ത് ആദ്യത്തെ ഗുജറാത്തിലെ ചീഫ് മിനിസ്റ്ററായി വന്ന വർഷം കൂടിയാണ്. അതിനെ തുടർന്നുണ്ടായ തെരഞ്ഞെടുപ്പിലാണ് അദ്ദേഹം ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ടു. 2002 ഇലക്ഷൻ തൊട്ട് മുമ്പായിരുന്നു. അതിനുശേഷം അദ്ദേഹം വൻപിച്ച ഭൂരിപക്ഷത്തോടെ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നെ 2005 മറ്റൊരു പ്രധാന കാര്യം, 2005 ചേർന്നാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പാസ്സായത്. അതും ഇന്ത്യയിലെ ഏറ്റവും റവല്യൂഷണറി ആയ ഒരു നിയമമാണ്. പിന്നെ 2006 നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ആക്ട്, അല്ലെങ്കിൽ നമ്മുടെ തൊഴിലുറപ്പ് പോലുള്ള പദ്ധതികൾ ആദ്യമായി തുടങ്ങി. പിന്നെ 2008 വീണ്ടും 10 members ഓഫ് ലഷ്കർ തോയ്ബ, നമ്മുടെ അജ്മൽ കസബ് പാകിസ്ഥാനിൽ നിന്നൊരു ടെററിസ്റ്റ് അറ്റാക്ക് ഓർമ്മയില്ലേ, CSTയിലും താജ് ഹോട്ടലിലും അല്ലെങ്കിൽ മുംബൈയിലൊക്കെ ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടു. 2010 നമ്മൾ ആധാർ തുടങ്ങി.
ആധാർ തുടങ്ങി. അത് ആദ്യം ഒരു മുംബൈയിലെ ഒരു ചേരി നിവാസിയായ രഞ്ജന സോനവൻ എന്ന് പറയുന്ന ആളുകൾക്ക് കൊടുത്തുകൊണ്ടാണ് നമ്മൾ 2010 ആധാർ തുടങ്ങിയത്. പിന്നെ നമ്മൾ റീസെൻറ്റ് പാസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ 2015 ഇന്ത്യ ആദ്യത്തെ സ്പേസ് ലാബോറട്ടറി ആസ്ട്രോസാറ്റ് എന്ന് പറയുന്ന ബിഗ്ഗസ്റ്റ് പ്രോജക്റ്റാണ്. മാർസിലേക്കുള്ള ഒരു മിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. 2004 സ്റ്റാർട്ട് ചെയ്തു. പിന്നെ 2016 ഒരു സർപ്രൈസ് അനൗൺസ്മെൻ്റ് ആയിരുന്നു, ഡിമോണിറ്റൈസേഷൻ പ്രഖ്യാപിച്ചു. 2018 സുപ്രീം കോടതി സ്ട്രൈക്ക് കൊളോണിയൽ ഇറാലോ ടു ദി ഗേ സെക്സ്, അല്ലെങ്കിൽ അതൊരു ക്രിമിനൽ കുറ്റമല്ലാതാക്കിയ ഒരു നിയമം വന്നു 2018. പിന്നെ 2018 മറ്റൊരു ഉറി സർജിക്കൽ സ്ട്രൈക്ക്. നമ്മൾ പാകിസ്ഥാനിൻ്റെ പാക് ഒക്കുപ്പൈഡ് കാശ്മീരിൽ അവിടെ പോയി ഒരു സർജിക്കൽ, വളരെ ഫേമസ് ആയ ഒരു കോട്ടാണ് സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്ന, അതിൽ ആ ഒരു രീതിയിലേക്ക് മാറി. അങ്ങനെ ഒരു എന്താ പറയുക, അങ്ങനെ ഒരു സ്ട്രൈക്ക് നടത്തി. ഓക്കെ, 2019 നമ്മൾ വീണ്ടും എന്താ പറയുക, ജിഹാദിസ്റ്റ് ഗ്രൂപ്പുമായിട്ടുള്ള ഫൈറ്റ് വീണ്ടും തുടങ്ങി. അങ്ങനെ പുൽവാമ അറ്റാക്കും അല്ലെങ്കിൽ ബലാക്കോട്ടും, ഈ രണ്ടിടത്തും ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടു. അങ്ങനെ 19 ജാനുവരിയിലും എന്താ പറയുക ഫെബ്രുവരിയിലും ഈ 2 ഇൻസിഡൻസ് ഉണ്ടായി. അതേ വർഷം തന്നെ ചന്ദ്രയാൻ 2, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം തന്നെ ചന്ദ്രയാൻ 2 മിഷൻ പ്ലാൻ ഫോർ ചന്ദ്ര, അത് സക്സസ്ഫുള്ളി ആദ്യത്തെ പരീക്ഷ നമ്മൾ നടത്തി. ഇതാണ് ഇന്ത്യയുടെ ഒരു കോമൺ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒരു ഹിസ്റ്ററി. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞു. ഒരുപാട് നമ്മൾ മിസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ ഈ നാഷണലിസത്തിലേക്ക് ഇത് വരാനുള്ള ഒരു രീതി പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഹിസ്റ്ററി പറയുന്നത്. നമുക്കെല്ലാം അറിയാവുന്ന ഹിസ്റ്ററി ആണെങ്കിലും ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നാഷണലിസത്തിൻ്റെ ഒരു പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു വേൾഡ് മാപ്പാണ്. ഈ വേൾഡ് മാപ്പിൽ നമ്മൾ എപ്പോഴും നാഷണൽ ഫ്ലാഗിനെയാണ്. ഈ നാഷണൽ ഫ്ലാഗും നമ്മുടെ ദേശീയ തമ്മിലുള്ള എന്താണ് ബന്ധം? നിങ്ങൾ ആലോചിച്ച് നോക്കുക. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നോക്കുക. നിങ്ങളുടെ മനസ്സിൽ എന്ത് ഐഡിയ ആണ് വരുന്നത്, നല്ലതാണോ ചീത്തയാണോ എന്നുള്ളൊരു കാര്യം നോക്കുക. ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ച് ആളുകൾ പറഞ്ഞ കോട്ട് നോക്കാം. ഒന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ, നമുക്കറിയാമല്ലോ, ആൽബർട്ട് ഐൻസ്റ്റീനെ അറിയാമല്ലോ. അദ്ദേഹം പറഞ്ഞത് എന്താ നിങ്ങൾ വായിച്ചു നോക്കുക, ഞാൻ പറയുന്നില്ല, നോക്കുക. പിന്നെ ഓരോ രാജ്യത്തിലെ ലീഡേഴ്സിനെ വെച്ചിട്ട് നമുക്ക് അവർ ഏത് തരം നാഷണലിസമാണ് ഫോളോ ചെയ്യുന്നതെന്ന് നോക്കാം. ഇടതുവശത്ത് കാണുന്ന ആളെ അറിയൂ? ഈ ആളാണ് വ്ളാഡിമിർ പുടിൻ, റഷ്യയുടെ ഇപ്പോഴത്തെ പ്രസിഡൻ്റാണ്. റഷ്യൻ പ്രസിഡൻ്റ് ഏകദേശം എത്ര വർഷമായി കാണും എന്നൊന്ന് വെറുതെ സെർച്ച് ചെയ്ത് നോക്കുക. അറൗണ്ട് ഒരു 30 ഇയേഴ്സിനടുത്തായിട്ടുണ്ടാവും അദ്ദേഹം അവിടുത്തെ പ്രധാനമന്ത്രിയായി. അല്ല, ആദ്യം പ്രസിഡൻ്റായിരുന്നു, പിന്നെ അദ്ദേഹം പ്രധാനമന്ത്രിയായി. തിരിച്ചു വരുന്നതിന് കാരണം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്ന് അമെൻമെൻറ്റ് നടത്തി 2 തവണ മാത്രമേ ഒരാൾക്ക് പ്രസിഡൻ്റ് ആവാൻ പറ്റുമായിരുന്നുള്ളൂ അവിടെ. പക്ഷേ അദ്ദേഹം പ്രസിഡൻ്റായിട്ട് അടുത്ത തവണ പ്രധാനമന്ത്രിയായി അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ അമെൻമെൻറ്റ് നടത്തി വീണ്ടും തിരിച്ച് പ്രസിഡൻ്റായി. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വന്ന അവിടുത്തെ ഇലക്ഷനിൽ 2032 വരെ അദ്ദേഹം തന്നെയായിരിക്കും അവിടുത്തെ പ്രസിഡൻറ്റ് എന്നുള്ള രീതിയിലേക്ക് മാറി കാര്യങ്ങൾ. അപ്പോൾ ഇത് അദ്ദേഹം പ്രൊമോട്ട് ചെയ്യുന്ന എന്താണ്? ഇപ്പോൾ നമ്മളെപ്പോഴും എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, മോഡേൺ റഷ്യ എന്ന് പറഞ്ഞാൽ പഴയ റഷ്യയല്ല, ഒരുപാട് മാറി എന്ന് പറയുന്നത്. വളരെ അഗ്രസീവായ പോളിസിയാണ്. അപ്പോൾ നമ്മുടെ ഏത് പോളിസിയാണ് ഫോളോ ചെയ്യുന്നതെന്ന് വെച്ചാൽ റഷ്യൻ എന്ന് പറയുന്ന ബ്രാൻഡ് അവരുണ്ടാക്കിയെടുക്കുകയാണ്. ബ്രാൻഡുള്ള നല്ലതാണ്, പക്ഷേ അത് നാഷണലിസം എന്ന് പറയുന്ന നാഷണലിസത്തിൽ മാത്രം ഊന്നി എന്നുള്ള ഒരു ബ്രാൻഡാകുമ്പോഴാണ് അതിന് ഇഷ്യൂ തുടങ്ങുന്നത്. താഴെയുള്ള ആളെ നോക്കുക, നെൽസൺ മണ്ടേല. നമുക്കറിയാം നെൽസൺ മണ്ടേല അത്രയും വർഷം ജയിലിൽ കിടന്ന ആളാണ്. അദ്ദേഹത്തിന് ഫോളോ ചെയ്തത് ആൻറ്റി കൊളോണിയൽ നാഷണലിസമാണ്. അല്ലെങ്കിൽ അവരുടെ ബ്രിട്ടീഷിൻ്റെ കോളനി ആയിരുന്നു സൗത്ത് ആഫ്രിക്ക. ആ സൗത്ത് ആഫ്രിക്കയിൽ ബ്രിട്ടീഷേഴ്സിനെ ഓടിച്ച് അവിടെ അധികാരത്തിൽ വരാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആൻറ്റി നാഷണൽ വന്നത്. ഇനി താഴെയുള്ള ആളെ നോക്കി, ട്രംപ് നാഷണലിസത്തെ പറ്റി ട്രംപിൻ്റെ വ്യൂ എന്താണെന്ന് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, നമുക്ക് വീഡിയോ ആയിട്ടുണ്ട്. അദ്ദേഹം നോക്കുക. അദ്ദേഹം എപ്പോഴും പറയുന്നത് ഐ എം എ നാഷണലിസ്റ്റ് എന്നാണ് പറയുന്നത്. കാരണം ചൈനയായിട്ടുള്ള ഇഷ്യൂസ്, ഇന്ത്യ ആയിട്ടുള്ള ഇഷ്യൂസ്, അല്ലെങ്കിൽ ബാക്കി മറ്റുള്ള രാജ്യങ്ങളായിട്ടുള്ള ഇഷ്യൂസ്, ഇപ്പോൾ അവർ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പോകുന്നു, പാരീസ് എഗ്രിമെൻറ്റിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പോകുന്നു. അങ്ങനെ പല പല കണ്ടീഷൻസ് വിഡ്രോ ചെയ്യാൻ അവർ പറയുന്ന റീസൺ ഇതാണ്. എന്തിന്? നമ്മുടെ കോവിഡ് റിലേറ്റഡ് ഇഷ്യൂ വന്നപ്പോൾ പോലും അദ്ദേഹം പറഞ്ഞത് എന്താ, ഈ ഇൻഡസ്ട്രീസ് എല്ലാം അടച്ചിട്ട് കഴിഞ്ഞാൽ അതിനുള്ള ക്യാപിറ്റൽ ഒന്നും ഇല്ലാതെ ഒരിക്കലും ക്യാപിറ്റൽ ഇല്ലാതായിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവനവൻ്റെ റിസ്ക് അവനവൻ്റെയാണ്. കോവിഡ് വരാതെ നോക്കുന്നത് ഓരോരുത്തരും ഉത്തരവാദിത്തമാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു കമൻറ്റ് വന്നത്. അപ്പോൾ അവർ ഫോളോ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഫോളോ ചെയ്യുന്നത് അഗ്രസീവ് നാഷണലിസം ആയതുകൊണ്ടാണ്. ഇനി മുകളിലുള്ള ആളെ നോക്കുക. അതൊരു പക്ഷേ ലെറ്റേഴ്സ് ഇംഗ്ലീഷുകാർക്ക് അറിയായിരിക്കും. ഇത് അവർക്ക് പഠിക്കാനുള്ളതാണ്. ഫ്രാൻസ് ഫാനോൻ എന്ന് പറയുന്ന ആളാണ്.
റച്ചഡ് ഓഫ് ദി എർത്ത് എഴുതിയ അല്ലെങ്കിൽ വളരെ ഫേമസ് ആയ ഒരു എഴുത്തുകാരൻ കൂടിയാണ്. അദ്ദേഹം ഒരു ഡോക്ടറാണ്, അൾജീരിയക്കാരനായിരുന്നു. ഈ അൾജീരിയ ഫ്രാൻസിൻ്റെ കോളനിയായിരുന്നു. അപ്പോൾ അവിടെ നിന്നുള്ള അദ്ദേഹം പറയുന്ന നാഷണലിസം വളരെ അഗ്രസീവ് നാഷണലിസമാണ്, ആൻറ്റി കോളോണിയൽ നാഷണലിസമാണ്. കാര്യം വയലൻസിൽ കൂടി എങ്ങനെ അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആവാം എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ. ഇതാണ് ഒരു നാഷണലിസത്തിൻ്റെ ഒരു ഏകദേശ ചിത്രം. നമുക്ക് കുറച്ചും കൂടെ ഇന്ത്യയുടെ നോക്കാം. നമ്മൾ എന്തുകൊണ്ടാണ് ഇന്ത്യൻ ക്രിക്കറ്റിനെ, നമ്മളെപ്പോഴും ക്രിക്കറ്റ് കാണുമ്പോഴേക്കും നമുക്ക് ഇന്ത്യനെ മുഴുവൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്രിക്കറ്റാണെന്ന് പറയുന്നത് നമ്മൾ പറയാറുണ്ട്. എന്തായിരിക്കും അതിൻ്റെ കാരണം? ഇന്ത്യൻ ക്രിക്കറ്റ് മാത്രമല്ലോ ഇന്ത്യനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. നമ്മളൊരിക്കലും കബഡി ഇന്ത്യയുടെ നമ്മൾ പറയാറില്ല. ഹോക്കി കളിക്കുന്ന സമയത്ത് നമ്മൾ പറയാറില്ല. അതെന്തായിരിക്കും? ഓക്കെ, നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇത് മറ്റൊരു ചിത്രമാണ് നാഷണലിസത്തിൻ്റെ. ഇതെല്ലാം ഇതിൻ്റെയാണ്. പിന്നെ പലപ്പോഴും പറയുന്ന കാര്യമുണ്ട്, ഇത് വേറെ ആൾ പറഞ്ഞ കോട്ടാണ്, നാഷണലിസം ജസ്റ്റ് എ റേഷ്യസം വിത്ത് എ ഫ്ലാഗ്. റേഷ്യസ് എന്താണെന്ന് ആലോചിച്ച് നോക്കുക. പിന്നെ നോക്കുക ജോർജ് ഓർവെൽ. നിങ്ങൾക്ക് ജോർജ് ഓർവെലിൻ്റെ ഇത് നോക്കാവുന്നതാണ്. ഓക്കെ.